എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ജാനകിയുടെ അബിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആകെപ്പാടെ വെള്ളറി വെളുത്ത് നിൽക്കുവാണ് നള്ളി. എന്ത് ചെയ്യണമെന്നറിയില്ല. ജാനകിയാണെങ്കിൽ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അവസാനം ജാനകി ചോദിച്ചു, നാളേച്ച് എന്തിനാ കരയണേ? കരയാൻ പാത്രം ഞാനൊന്നും പറഞ്ഞില്ലോ എന്ന് പറയാ. അല്ല അത് പിന്നെ മോളെ ഞാന് എന്നും പറഞ്ഞുകൊണ്ട് നള്ളി ആകെപ്പാടെ ഒരു വെപ്രാളപ്പെടുക. ഇതേ നള്ളേച്ച് എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ ഞാൻ സത്യം പറ, എനിക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായി നല്ലേച്ചി. നല്ലേച്ചിയും അപർണയും കൂടെ ചേർന്ന് എല്ലാ കളികളും നടത്തിയതല്ലേ, എന്നിട്ട് ഒന്നും അറിയത്തില്ലാത്തവർ പലരും നടക്കുക ചെയ്തല്ലേന്ന് ചോദിക്കുക. അല്ലാതെ പിന്നെ മോളെ ഞാൻ സത്യം പറ, സത്യം പറയുവാണെങ്കിൽ നല്ലേച്ചിക്ക് രക്ഷപ്പെടാം, അല്ലെങ്കിൽ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പറ്റില്ല. ഇതേ ഇപ്പൊ തന്നെ ഞാൻ പോലീസിനെ വിളിക്കുന്നു പറയാ. ഇത് കേട്ടതും നല്ല എന്റെ പൊന്നു മോളെ ചതിക്കില്ല, ഞാൻ കാര്യങ്ങളൊക്കെ പറയാന്ന് പറയാ. പിന്നീട് അപർണ വന്ന് പായസത്തിനകത്തേക്ക് സ്ലീപ്പിംഗ് പിൽസ് കളിക്കുന്നതും എല്ലാ കാര്യങ്ങളും പറയുകയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ അപർണ ചോദിച്ചു, അപർണയല്ല ജാനകി ചോദിച്ചു, നല്ലേച്ചിക്ക് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ സാധിച്ചു? ദേ സ്വന്തം കുഞ്ഞിനെ പോലെ ഒന്ന് കണ്ടല്ലേ പൊന്നൂന്, പിന്നെ എങ്ങനെ പൊന്നൂന് ഇത് കലക്കി കൊടുക്കാൻ തോന്നി? അല്ല പൊന്നൂന് ഉദ്ദേശമല്ല, മോളെ ഉദ്ദേശമാണ് അപർണ ഇത് ചെയ്തേ. പക്ഷെ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞതാ മോളെ, പക്ഷെങ്കിൽ അവള് സമ്മതിച്ചില്ല എന്ന് പറയാം. ഇനിയിപ്പൊ അതൊന്നും ഓർത്ത് നല്ലേച്ചി ഇനിയിപ്പോ ഇവിടുന്ന് കരഞ്ഞോണ്ട് നിൽക്കണേ, ഇങ്ങോട്ട് വാ, ഇതിന്റെ പ്രായച്ചിത്തം ചെയ്യേണ്ടി നിൽക്കുക. അല്ല മോളെ ഞാൻ ഇങ്ങോട്ട് വാ, അതിനിപ്പൊ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കണം, ഇങ്ങോട്ട് വരാനും പറഞ്ഞ് നള്ളിയുടെ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിക്കുവാണ്. അങ്ങനെ അപർണയുടെ മുറിയുടെ അങ്ങോട്ട് കൊണ്ടുപോയി വേണം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ജാനകി പറഞ്ഞു, ഞാൻ ഇവിടെ നിന്നോളാം, നല്ലേച്ച് കഥയെ മുട്ടാൻ പറയണം. അങ്ങനെ നള്ളി പോയി കഥയെ മുട്ടിക്കഴിഞ്ഞപ്പം അപർണ വന്ന് കഥ തുറന്നു. ഓ നല്ലേച്ചോ, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അനുസരിക്കൂല്ലോ അല്ലേ? അപ്പൊ പറഞ്ഞ പോലെ തന്നെ അല്ലേന്ന് ചോദിക്കുക. ഒന്നും വേണ്ടിയില്ല, കേറി വാ, കുറച്ച് പൈസ തരാന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ തരാന്ന് പറയാണ്. അങ്ങനെ പൈസ എടുത്തുകൊണ്ട് വന്നു. ദേ ഈ പൈസ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പൊക്കോണം. പിന്നെ ഈ വീട്ടിലുള്ളവർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തേലും ഒരു കള്ളക്കഥ പറഞ്ഞുണ്ടാക്കിയാൽ മതി. പറഞ്ഞു കേട്ടല്ലോ, ഇനി ഒരു നിമിഷം പോലും നിങ്ങൾ ഇവിടെ കണ്ടുപോയേക്കല്ലെന്ന് പറയാം. അങ്ങനെ പൈസ അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേനുമാണ് പെട്ടെന്ന് ജാനകി അങ്ങോട്ട് വന്നേ. ജാനകിനെ കണ്ടു. ഒരു നിമിഷം അങ്ങോട്ട് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയായി പോയി അപർണയ്ക്ക്. അപർണ കയ്യിലിരുന്ന പൈസ പതുക്കെ അങ്ങോട്ട് താഴേക്ക് ഇടുവാണ്. ജാനകി വന്നിട്ട് ചോദിച്ചു, ഓഹോ അപ്പൊ പൈസ കൊടുത്ത് നല്ലേച്ചിനെ വിലക്ക് വാങ്ങാൻ തീരുമാനിച്ചല്ലേന്ന് ചോദിക്കാം. ഇത് കേട്ടത് അപർണ ഇതേ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളും പറയില്ലെന്ന് പറയണ. അനാവശ്യമായിട്ടുള്ളോ? എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, എന്താ ഇവിടെ നടന്നേന്നൊക്കെയുള്ളത്. എന്നാലും ഇത്രയും വലിയൊരു കൊടും ക്രൂരത നിനക്ക് എങ്ങനെ ചെയ്യാൻ തോന്നി അപർണേന്ന് ചോദിക്കാം. എന്നിട്ട് പതുക്കെ നൈസായിട്ട് നല്ലേച്ചിനെ ഇവിടുന്ന് പറഞ്ഞു വിടാനായിട്ട് അങ്ങ് തുടങ്ങുമായിരുന്നല്ലേന്ന് ചോദിക്കാം. ഇതേ വെറുതെ ഞാനെടുത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടലെന്ന് പറയാണ്. ഇത് ആവശ്യമില്ലാത്ത കാര്യമല്ല, എന്റെ പൊന്നുവിന്റെ കാര്യമാ. എന്റെ പൊന്നുവിനെ നശിപ്പിക്കാൻ ശ്രമിച്ച നീ ഒരുത്തി കാരണമാ. ആ നിന്നെ ഞാൻ വെറുതെ പറഞ്ഞെന്നാണ് നീ പറയണേ. പിന്നെ നല്ലേച്ചി എല്ലാ കുറ്റങ്ങളും അവസാനം നല്ലേച്ചിയുടെ തലയിലേക്ക് കെട്ടിവെച്ച് തലയൂരാനിട്ടല്ലായിരുന്നോ നിന്റെ ശ്രമം? എങ്ങാനും പിടിക്കപ്പെടുമെന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതല്ലായിരുന്നോ? അതുകൊണ്ടല്ലേ ഒരു തെളിവ് പോലും നീ അവശേഷിപ്പിക്കാത്തെ. പിന്നീട് നള്ളിയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് നല്ലേച്ചി, ഇനിയിപ്പൊ നല്ലേച്ചി ഇങ്ങനെ നിന്നോണ്ട് കാര്യമില്ല, അവളുടെ കർണം തീർത്ഥം കൂടെ പൊട്ടിക്കാൻ പറയണം. ഇത് കേട്ടതും നല്ല അല്ല മോളെ, ഞാന് അവൾ തെറ്റ് ചെയ്തു, അവൾക്കുള്ള ശിക്ഷ അവൾക്ക് കിട്ടണം. അതുകൊണ്ട് നല്ലേച്ചി അവിടെ കർണം തീർത്ഥം കൊടുക്കാൻ പറയണം. മോളെ ഞാന് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, പറ്റത്തില്ലെങ്കിൽ ഇപ്പൊ എല്ലാരും ഞാൻ ഈ വീട്ടിലുള്ള എല്ലാരും വിളിക്കാം, അത് മതിയെന്ന് ചോദിക്കുക. ഇത് കേട്ടത് നള്ളി എന്ത് ചെയ്യണം? അപ്പറഞ്ഞ തല്ലാനായിട്ട് കൈ അങ്ങോട്ട് ഉയർത്തി ദേഷ്യപ്പെട്ട് അങ്ങ് തല്ലാൻ തുടങ്ങുമ്പോഴത്തേനും അപ്പറഞ്ഞ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു. നള്ളിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നള്ളി വല്ലാത്തൊരവസ്ഥയായിപ്പോയി. പിന്നീട് അപർണ പറഞ്ഞു, നീ എന്റെ നേരെ കൈ പൊക്കാറാവൂല്ലേടി, നിന്റെ കൈ ഞാൻ തല്ലി ഓടിച്ച് കളയണ്ട. പക്ഷേങ്കില് നിന്നിപ്പം ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. നീ ആരുടെ കളിച്ചതെന്നറിയോ? ഈ തമ്പിയുടെ മോളയുടെ കളിച്ചേ. ഈ വിശ്വനാഥൻ തമ്പി ആരാ നിനക്ക് അറിയത്തില്ലെന്ന് പറയാം. ഇത് കേട്ടൻ ജാനകി പറഞ്ഞു, അതെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കും അറിയാം, ചെറിയ കാര്യങ്ങളല്ല, എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയാവുന്ന, അതുകൊണ്ട് ഇനിയിപ്പോ കൂടുതലൊന്നും ഞങ്ങള് പറയുന്നില്ല. പറഞ്ഞു കേട്ടല്ലോ. പെട്ടെന്ന് തന്നെ അപർണയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. ഇതൊക്കെ പറയാൻ നിനക്ക് എന്താടി അധികാരം എന്ന് ചോദിക്കുക. നീ ആരാന്ന് നിന്റെ വിചാരം? നിനക്ക് സ്വന്തം അച്ഛനില്ല, അമ്മയില്ല, ഏതോ ഒരു ഓർഫനേജിൽ നിന്ന് വന്നിട്ട് നീ ഇത്ര അധികാരം കാണിക്കണമെന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിയുമ്പോ ജാനകി പറഞ്ഞു, എനിക്ക് അച്ഛനില്ല, അമ്മയില്ല, ഞാൻ ഓർഫനേജിൽ നിന്ന് വന്നായിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട് അപർണേ, കാരണം നിന്നെക്കാളും അന്തസ് എനിക്ക് ഉണ്ടെന്ന് പറയാണ്. ഇതുപോലെ ഈ കുടുംബത്തെ തല്ലിപ്പിരിക്കാനായിട്ട് ഒരിക്കലും ഞാൻ ശ്രമിക്കത്തില്ല. നിന്റെ ഇങ്ങോട്ട് വരവിന്റെ ഉദ്ദേശം തന്നെ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായ കാര്യമാണ്. പിന്നെ ഒരു കാര്യം കൂടെ നീ മനസ്സിൽ വെച്ചു, ഒരു കാരണവശാലും ഈ കുടുംബത്തെ തല്ലിപ്പിരിക്കാന്നോ അല്ലെങ്കിൽ ഈ കുടുംബത്തിന് സ്വസ്ഥത കെടുത്താന്നോ നീ തീരുമാനിക്കണ്ട. അങ്ങനെ ഒരു ചിന്ത പോലും നിന്റെ മനസ്സിൽ വേണ്ടാന്ന് പറയണം. അപ്പോഴാണ് കൂടെ അമല് വന്നേ. അമല് പെട്ടെന്ന് ചോദിച്ചു, എന്താ ജാനെടുത്തി, എന്താ കുഴപ്പം? ആടെ സ്വസ്ഥത കളയുന്ന കാര്യം പറഞ്ഞേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ നല്ല പെട്ടെന്ന് ജാനകി പറഞ്ഞു, അതേ മറ്റാരുടെ അല്ല, ഈ കുടുംബത്തിന് സ്വസ്ഥത കളയാനായിട്ട് ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരൊന്നും ഞാൻ വെറുതെ പെടുത്തില്ലെന്ന് പറഞ്ഞ അമലെ ബാ നല്ലിനടുത്തി വരാനും പറഞ്ഞുകൊണ്ട് ജാനകി നല്ലിയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാണ്.
ഈ സമയം അമൽ വന്നിട്ട് മുറി നോക്കി കഴിഞ്ഞപ്പോഴത്തേനും കുറെ നോട്ടുകെട്ടുകൾ താഴെ കിടക്കുന്നുണ്ട്. പെട്ടെന്ന് അമല പൈസയും കൊടുത്തു. ആഹാ, അപ്പൊ നീ വന്ന ഉടനെ പണി തുടങ്ങിയല്ലേ എന്ന് ചോദിക്കുക. ഓഹോ, അപ്പൊ നളിനേച്ചിനെ വെച്ചായിരുന്നു ഈ തവണത്തെ നിന്റെ പണി, അങ്ങനെ പണി ചീറ്റിപ്പോയല്ലേ എന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പം അപർണ, എടാ നീ കൂടുതലൊന്നും മിണ്ടറി, ഈ നോട്ടുകെട്ട് എന്താണല്ലോ എന്റെ കയ്യിൽ ഇരിക്കട്ടെ. പിന്നെ ഇതുപോലത്തെ ഈ നോട്ടുകെട്ടുകൾ ഇനിയും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേരാ കേട്ടോ. നിന്റെ അഭ്യാസം ഒന്നും എന്താണെങ്കിലും ഇവിടെ നടക്കാൻ പോകുന്നില്ല. പണം കൊടുത്ത് എന്തും വിലയ്ക്ക് വാങ്ങാന്നുള്ള നിന്റെ ആ ചിന്തയുണ്ടല്ലോ, അതങ്ങോട്ട് മനസ്സിൽ നിന്ന് കളഞ്ഞേക്കാൻ പറയാം. അപർണ ആകെപ്പാടം നാണം കെട്ട് തല കുനിച്ചു പോയി. പിന്നീട് അപർണ ആകെപ്പാട കട്ട കലിപ്പിൽ അടുക്കള നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപർണയുടെ മനസ്സിൽ നളിനെക്കുറിച്ചുള്ള ചിന്തകളാ. നളിനെ തന്നെ ചതിച്ചു, അവള് തന്നെ ഉറ്റിക്കൊടുത്തി. അത് മാത്രമല്ല തന്നെ തല്ലാനായിട്ട് കൈ ഉയർത്തി. എന്നിട്ടോ ജാനകി പറഞ്ഞ് ബാക്കി വരുന്ന അവളുടെ മനസ്സ് നിറയെ കിടന്നേ. നിന്നെ തല്ലാൻ എനിക്ക് അറിയത്തില്ലാഞ്ഞിട്ടല്ല, പക്ഷെ എന്റെ കൈ വൃത്തികേടാവും നിന്നെ തല്ലിയിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ടാണ്. ഇതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. പെട്ടെന്ന് അപർണ കുറച്ച് വെള്ളം എടുത്തും കൂടെ അടുപ്പിലേക്ക് വെച്ചു. എന്നിട്ട് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ആ വെള്ളം തിളച്ചു വന്നു. ഈ സമയം നളിനി വന്നിട്ട് ചോദിച്ചു, എന്താ മോളെ, എന്തെങ്കിലും ഉണ്ടാക്കാനാണ് എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറയാം. വേണ്ട, ഞാൻ തന്നെ ഉണ്ടായിക്കോളാം എന്ന് പറയാം. മോളെ, എന്നോട് ദേഷ്യമൊന്നും തോന്നില്ല, മോൾക്കറിയാലോ എന്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ അതായിരുന്നു. എനിക്ക് വേറൊന്നും ചെയ്യാൻ നിവൃത്തിയില്ലായിരുന്നു, അതുകൊണ്ടാന്ന് പറയാം. അതെനിക്ക് അറിയാലോ നല്ലേച്ചി, എനിക്ക് നല്ലേച്ചിയോട് ഒരു ദേഷ്യമില്ലെന്ന് പറയാം. നല്ലേച്ചി ഒരു കാര്യം ചെയ്യാം, ആ വെള്ളം അങ്ങോട്ട് വാങ്ങി വെക്കാൻ പറയാം. നള്ളിയും കൂടെ വെള്ളം അങ്ങ് വാങ്ങി വെച്ചു. നല്ലേച്ചിയുടെ വിചാരം എന്താ, എനിക്ക് നല്ലേച്ചിയുടെ ദേഷ്യമുണ്ട്, ഞാൻ നല്ലേച്ചിയെ പറഞ്ഞു വിടുന്നൊക്കെയല്ലേ. അങ്ങനെ ഒന്നുമില്ല, എനിക്ക് ഒരു ദേഷ്യമില്ലെന്ന് പറയാം. നള്ളി പറഞ്ഞു, മോളെ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ, ജാനകി അങ്ങനെ ചോദിച്ചു കഴിയുമ്പോ എനിക്ക് വേറൊന്നും മറിച്ച് പറയാനായിട്ട് പറ്റില്ല. ജാനകി മോള് പാവാന്ന് പറയണ. അതെ, ജാനകി മോള് പാവാണ്, ഭയങ്കര ഞാനല്ലേ, നല്ലേച്ചിയും കൂടെ വന്നേ എന്ന് പറയണ. അങ്ങ് അടുത്തേക്ക് വന്നു. അതെ, നല്ലേച്ചിക്ക് ഞാൻ ശിക്ഷ തരണ്ടേ, ഇനി ഒരു കാരണവശാലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വെളിയിൽ പറയാതിരിക്കാൻ വേണ്ടിട്ട്. അല്ല മോളെ, ഞാൻ കൂടുതലൊന്നും പറയണ്ട, ആ കൈ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയണം. ആ കൈ അങ്ങോട്ട് പിടിച്ച് നേരെ തിളച്ച വെള്ളത്തിനകത്തേക്ക് അങ്ങോട്ട് മുക്കുവാണ്. നളിനി കിടന്ന് നല്ലൊരു കരയായിരിക്കാൻ വേണ്ടി നളിനിയുടെ വായും കൂടെ അങ്ങ് പൊത്തിപ്പിടിച്ചു. വല്ലാത്തൊരവസ്ഥയായി പോയി നളിനിക്ക്. ഇതൊരു ടെസ്റ്റ് ഡോസ് മാത്രമാണ്, ഇനി ഇതുപോലത്തെ പരിപാടി കാണിച്ചാൽ ഇതൊന്നും ആയിരിക്കില്ല അവസ്ഥയെന്ന് പറഞ്ഞ് അപർണ അങ്ങോട്ട് പോവാ. കയ്യും തിരുമ്പി നളിനി അങ്ങനെ നിൽക്കുവാണ്. പിന്നീട് ഉണ്ണിത്താൻ ആകെപ്പാടെ ഫിറ്റായിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുക. ഈ സമയത്ത് ഹേമ ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, എന്താ രാജേട്ടെ കാണുന്നതെന്ന് ചോദിക്കണം. എന്താന്ന് മനസ്സിലായില്ലേ, എല്ലാരും എന്നെ തോപ്പിച്ചു, എല്ലാവരും എന്നെ നാണം കിട്ടു. ഇതേ പത്രത്തിനും ടി വിക്കകത്തൊക്കെ വാർത്തയുണ്ട്, അതൊക്കെ വെച്ച് കാണുന്നതെന്ന് പറയാം. എല്ലാത്തിനും എന്നെ തോൽപ്പിച്ചു കാണണ്ടല്ലോ. അവന് അജയ്, അവൻ ഒറ്റ എടുത്തിലാന്ന് പറയണേ. ഇത് കേട്ടോണ്ട് നിരഞ്ജന മുറിക്കകത്തുണ്ടായിരുന്നു. നിരഞ്ജനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരവസ്ഥയായിപ്പോയി. എന്താ രാജേട്ട ഇങ്ങനെ പുറത്ത് നിങ്ങനെ സംസാരിച്ച അയലൊക്കത്തുള്ളവരൊക്കെ ശ്രദ്ധിക്കും, അകത്തേക്ക് കയറുവാ. എന്തിനാടി, ഇനിയിപ്പൊ എന്താണെങ്കിലും നാണം കിട്ടും. ഇനിയിപ്പോ ബാക്കിയും കൂടെ അങ്ങ് നാണം കിടുന്നതിന് എന്താ കുഴപ്പം, നാളെ മുതൽ എനിക്ക് എന്താളും കേസൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറയാം. പെട്ടെന്ന് അയാളുടെ ഡ്രൈവർ വന്നിട്ട് പറഞ്ഞു, അകത്തേക്ക് കയറി ഉണ്ണി സാറേ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറ്റാൻ തുടങ്ങണം. എന്റെ കയ്യെന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാം. കൂടുതൽ എന്നെ ആരും പഠിപ്പിക്കാൻ വരണ്ടെന്ന് പറയാം. എല്ലാരും കാണാൻ നാണം കെട്ട് ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയില. ഇത്രയും നാൾ ഞാൻ കെട്ടിപ്പടുത്തുയർത്തിയ എന്റെ ആ ഒരു അന്തസ്സും അഭിമാനമൊക്കെ ഒരു നിമിഷം കൊണ്ട് തകർന്ന് തരിപ്പണമായിപ്പോയത്. നാണം കെട്ട് തല താഴ്ത്തിയില്ലേ ഞാനെന്ന് പറയണം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാ. നിരഞ്ജനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. നിരഞ്ജനയ്ക്ക് വല്ലാത്തൊരവസ്ഥയായിപ്പോയി. പിന്നീട് നിരഞ്ജനെ കാണാനായിട്ട് ജാനകി വരുന്നുണ്ട്. അപ്പൊ നിരഞ്ജനയോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന്. അങ്ങനെ ജാനകിനെ കണ്ടപടി തന്നെ നിരഞ്ജന ചോദിച്ചു, അല്ല എന്താ എടുത്തി കാണണമെന്ന് പറഞ്ഞ എന്താന്ന് ചോദിക്കുക. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനെന്ന് പറയാം. അതെ, നീ അജയൻ നമ്മളുടെ വിവാഹം കഴിഞ്ഞ കാര്യമൊക്കെ അമൃത അജയും തമ്മിൽ സംസാരിക്കുന്നത് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്നോട് എതിരായിട്ട് അവൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ നമ്മളുടെ വിവാഹം കഴിഞ്ഞ കാര്യമൊക്കെ. അല്ല അത് പിന്നെ അങ്ങനെ ഒരു സാഹചര്യത്തില് ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും പറയണ്ട. അല്ല നിനക്ക് ആഗ്രഹമില്ല ആ വീട്ടിലേക്ക് വരണമെന്ന്, അവിടുത്തെ മരുമോളാണെന്ന് ആഗ്രഹമില്ലേ? എത്ര കാലം കഴിഞ്ഞാലും നീ അല്ലേ അവിടുത്തെ മരുമോളെന്ന് ചോദിക്കുക. അതൊക്കെ ശരി തന്നെ, പക്ഷെ എന്ത് ചെയ്യാൻ ജാനി എടുത്തെന്ന് ചോദിക്കുക. ചെയ്യണം, നിനക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. നീ അജയം കൂടെ ഒരു തീരുമാനം എടുക്കണം. അല്ല അവിടെ നിന്ന് വന്ന് കല്യാണം ആലോചിക്കാതെ അതൊക്കെ നടക്കേണ്ട സമയത്ത് നടക്കും. നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട, നീ അങ്ങോട്ട് വരണം. നീ അവിടുത്തെ മരുമോളായിട്ട് അവിടെ ഉണ്ടാകണം അളകാപുരിയിലെ, മനസ്സിലായെന്ന് ചോദിക്കുക. എനിക്ക് വരണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടാണ്, പക്ഷെ സാധിക്കണ്ടേ? അതൊന്നും സാരമില്ല, എന്തിനും ഇത് ഞാൻ നിന്നോടൊപ്പം ഉണ്ട്, നിനക്കറിയാലോ. ജാനി അടുത്ത് ഉണ്ടെങ്കിൽ എനിക്ക് നല്ല ധൈര്യമായിരിക്കും. പിന്നീട് ജാനി പറഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് നീ അങ്ങോട്ട് വരണം, പൊന്നുവിനെ കാണാനെന്നും പറഞ്ഞ് വന്നാൽ മതി. പിന്നെ എന്തെയാണെന്ന് എനിക്കറിയാന്ന് പറയാ. നീ അവിടെ വന്ന് നിന്റെ ആധിപത്യം സ്ഥാപിക്കണം. അവിടെ നീ വന്നിട്ടുണ്ടെങ്കിൽ ആർക്കും എതിർക്കാൻ പറ്റില്ല. കാരണം നീ അജയുടെ ഭാര്യയാൻ പോകുന്ന പെൺകുട്ടിയാ, അതുകൊണ്ട് ഒന്നോടും പേടിക്കണ്ടെന്ന് പറയാ. അങ്ങനെ അവൾക്ക് വേണ്ടുന്ന ധൈര്യമൊക്കെ കൊടുത്തിട്ടാണ്
ജാനകി അവിടെ നിന്ന് പോകുന്നത്. ഈ സമയത്ത് നിരഞ്ജന ഇങ്ങനെ ആലോചിക്കുക എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടേ. ഇനി ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.